പ്രശ്നവുമില്ല. ഇതിൻ്റെ പേരിൽ ആശുപത്രിയിൽ നിന്നും കഴിക്കുന്ന യാതൊരു അപേക്ഷയും ഞങ്ങൾക്ക് ആവശ്യം. പിന്നെ എന്തിനാ അങ്ങോട്ട് നിങ്ങൾ വാങ്ങി കൊടുത്തു ജമീൽ വാങ്ങി കൊടുത്തോ? അതാ ചെയ്യേണ്ട കേട്ടോ. മക്ക് എപ്പം വെള്ളം കൊടുക്കും, നമ്മൾ സംസം വെള്ളം കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവരൊക്കെ ഇതിനൊക്കെ ആൾക്കാരാണ്. വെറുതെ ഒരു സംഭവമാക്കി ഉണ്ടാക്കിയല്ലേ വല്ലാത്ത നിങ്ങൾ പരാതി വരും. തങ്ങൾ പറഞ്ഞ അതൊക്കെ നിങ്ങൾ ചെയ്തോ, പക്ഷെ അതല്ല പാല് കൊടുത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ നാളെ ഈ കുട്ടിയോട് ഞാൻ ഒരു മെസ്സേജ് കാണാനുണ്ടെങ്കിൽ നാളെ ഒരു 5 ഞാനും മുസ്ലിമാണ്. എൻ്റെ പേര് സലീം എന്നെ പേര്. 5 വാങ്ങുന്നത് മരിച്ചവങ്ങൾ എന്ത് എവിടെ കൊടുക്കും? നിങ്ങൾക്ക് മാത്രം മക്കൾ ജീവൻ ചെയ്യും. നിങ്ങളെങ്ങനെ ഉറപ്പല്ലേ? ഡോക്ടർ പറയും. എന്ത് വിശ്വാസിയാ? ഞാൻ മുസ്ലിമാണ്. ഏഴോ 5 വാങ്ങിയിട്ട് എൻ്റെ മോൻ അങ്ങനെയാണ്. ഇപ്പം മൂത്ത മോന് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. അവന് ഈ 5 വാങ്ങി കൊടുത്തതിന് 23 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ മുൽപ്പാല്. നിങ്ങൾ എന്താ മനുഷ്യ ജീവ് പോലെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട് സാറേ. നിങ്ങൾ 5 വാങ്ങോട്ടെ 5 വാങ്ങോട്ടാക്കി. ഞങ്ങളെ മോളെ ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അതാ തകരാറ്. മരിച്ചാലും മരിച്ചിട്ടേ ഞങ്ങളൊന്നും വിടൂല. ഞങ്ങൾക്ക് തീരുമാനം. ചെറിയ മക്കളെ ഒരു പ്രസവം നടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രസവിച്ച ഉടനെയുള്ള മുലപ്പാൽ കൊടുക്കണം നിർബന്ധമാണ്. അത് കുട്ടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ അത് പറയാം. അതേമാതിരി ഒരു കുട്ടി പ്രസവിച്ചിട്ട് 24 മണിക്കൂർ അതിനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ അതിന് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് അവർക്ക് ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകും, നിർജ്ജലീകരണം വരും, ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോകും. അതിനേക്കാട്ടുപരി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ കുട്ടിയിലെ തലച്ചോറിലേക്കുള്ള ഷുഗറിൻ്റെ അളവ് കുറഞ്ഞിട്ട് കുട്ടിക്ക് അപസ്മാര രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ അപകടാവസ്ഥ സാധ്യത കൂടുതലുണ്ട്. ഏത് മതത്തിൻ്റെ എന്തിൻ്റെ അവസ്ഥയായാലും 24 മണിക്കൂർ കുട്ടിക്ക് ഫീഡ് ചെയ്തില്ലെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കും. ഇതേ പറയുന്നത് വെച്ചാൽ കുട്ടിക്ക് 5 വാങ്ങ് കേട്ടതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും ഓറലി കൊടുക്കുക, അത് വായിലൂടെ എന്തെങ്കിലും കൊടുക്കുള്ളൂ. ഇനി ഒരു സാധനം, അത് ഗ്ലൂക്കോസോ അങ്ങനെയുള്ള ഒരു സാധനം കുത്തിവെക്കാനും ഇവർ തയ്യാറില്ല. 21-ാം നൂറ്റാണ്ടിലും നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മൾ ഒരു അശാസ്ത്രീയതയിലേക്ക് നമ്മൾ കടന്നു പോകുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് മതത്തിൻ്റേതിലായാലും നമുക്ക് അനുവദീയമല്ല. ഇതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കണമെന്നാണ് എനിക്ക് മുന്നോട്ട് വെക്കാറുള്ളത്.